Hello guys, welcome back to our channel. രണ്ട് കപ്പ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം തന്നെ 1 മണിക്കൂർ കുതിർത്താനായി വെക്കാം. 6 ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. പരിപ്പ് കുതിർത്താൻ വെച്ച് 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിവിടെ ഇഞ്ചിയും ഉള്ളിയും പരിപ്പിനോടൊപ്പം മിക്സിയിൽ അടിക്കാറാണ് പതിവ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പരിപ്പ് ഉപ്പിട്ട് മിക്സിയിൽ അടിച്ച ശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. അരയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വളരെ കുറഞ്ഞ അളവിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1 or 2 എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം പരിപ്പുവട വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പരിപ്പുവടയുടെ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. പരിപ്പുവടയുടെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. പരിപ്പുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.